അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 2013 മോഡല് 190 ഉണ്ട്. ഈ 190 കുറച്ച് നാളായി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതെ അങ്ങനെ വെറുതെ വെച്ചേക്കണായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ സ്റ്റാർട്ടാകണില്ല. അത് സ്റ്റാർട്ടാകണ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്റ്റാർട്ടാകണില്ല. അപ്പൊ ഇനി കുറെ നാൾ വെറുതെ വെച്ചതിൻ്റെയൊക്കെയാണ്, ബാറ്ററി ഡൗൺ ആയപ്പോഴതിൻ്റെയാണ് സ്റ്റാർട്ടാകാത്തത്. അപ്പൊ ഇത് വെറുതെ ഇരിക്കുകയല്ലേ എന്ന് ഓർത്തിട്ടേ ഇതങ്ങോട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഹോണ്ടയുടെ CB300F എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ നോക്കണത്. രണ്ട് വണ്ടി നോക്കാനുണ്ട്. ഒന്ന് 400 NSM, പിന്നെ ഒന്ന് ഈ CB300. ഇതിന്റെ പ്രൈസ് റേഞ്ച് രണ്ടിന്റെയും കൂടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ CC വണ്ടി എടുക്കുള്ളൂ, ഫുള്ള് കൊണ്ട് കൊടുക്കാനൊന്നുമുള്ള സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല. ബാക്കി വിശേഷങ്ങൾ എന്തായാലും നമുക്ക് നേരെ ഷോറൂമിലേക്ക്. എല്ലാം ഷോറൂമിൽ വീഡിയോ അലോഡ് ആണോ എന്ന് അറിയാൻ മേല, ജസ്റ്റ് നമുക്ക് ചെന്ന് നോക്കാം. എന്തായാലും ചെന്ന് വണ്ടി എന്തായാലും എടുക്കണമല്ലോ, അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഈ പരിപാടി നടത്താം. ഫൈനലി അപ്പൊ നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ഇന്ന് കൊച്ചിയില് വന്നിട്ടുണ്ട്. നമ്മളെ ഫോറം മാളിന്റെ അപ്പുറത്താട്ടോ ഈ ഷോറൂം ഉള്ളത്. ഇതാണ് നമ്മൾ നോക്കിയ മുതല്, CB300F ആണ്. പക്ഷെ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. വണ്ടി ഇവിടെ ഇല്ല, അതിന്റെയാണ്, വേറെ ഒന്നുമല്ല. ഇതാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു മുതല്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ NSന്റെ 400ഉം, പിന്നെ ഉള്ളതാണ് ഈ 300ഉം. കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് ഏതാണ് പ്രൈസ് റേഞ്ചിലും പവറിനും ഏതെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാകുന്ന നോക്കണം. ഈ രണ്ടും കമ്പയർ ചെയ്യാൻ നേരത്തെ. പിന്നെ പോണ വഴി നമ്മൾ എന്തായാലും NSന്റെ ഷോറൂമിൽ കൂടി കയറി നോക്കും. അപ്പൊ ഇതാണ് മറ്റേതാണ് ബെറ്റർ എന്നറിയാം. അപ്പൊ ഇനി എന്തായാലും വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ബലം പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ്, ഏത് വണ്ടി എടുക്കണം എന്നുള്ളതാണ്. എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന ഈ ഒരു വണ്ടി കേട്ടോ. പക്ഷെ നമ്മളൊരു ഹോണ്ടയുടെ കസ്റ്റമർ ആയതുകൊണ്ട് നേരത്തെ മുതൽ നമുക്ക് ഈ വണ്ടിയിലാണ് കൂടുതൽ താല്പര്യം. ലുക്ക് വൈസ് ആണെങ്കിലും അടിപൊളിയാണ്. ഇതിന്റെ ബാക്കിൽ നിന്ന് നോക്കാൻ നേരത്തെ മാത്രം ചെറിയ അപകടങ്ങൾ മാത്രമാണ് കേട്ടോ. പക്ഷെ ഫ്രണ്ട് ഏരിയയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ്. ഞാൻ കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് മേടിക്കണം എന്നുള്ളത്. ഫണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ അതങ്ങോട്ട് കൈയോടെ അങ്ങോട്ട് പരിപാടി നടത്തിയേക്കാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും EMI വ്യവസ്ഥയിലാണ് നമ്മൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിച്ചേക്കണം കേട്ടോ. ഇതാണ്. നിങ്ങൾ എന്തായാലും വണ്ടി നേരത്തെ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് വീഡിയോസിൽ വണ്ടി കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഈ വർഷം കഴിയണതിന് മുമ്പ്, അതായത് ഇപ്പൊ ഇന്ന് 29 തീയതിയാണ്. അപ്പൊ ഈ വർഷം കഴിയണതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ വണ്ടി നമ്മുടെ സ്വന്തമാക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. എന്താല്ലേ വണ്ടി നോക്കിയേ, സീൻ സാധനം. ഈ ഫോർക്ക് തന്നെ നോക്കിയേ, നല്ല വ്യത്യാസമുണ്ട്. 300ലേക്ക് മാറിയപ്പോഴത്തേക്ക് ആ ഫോർക്ക് കാര്യങ്ങൾക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് പ്രശ്നം ഉണ്ടെന്ന് അറിയാം. ഇതിന് ഫോൺ ഇരിക്കുന്ന സ്ഥലം നോക്കിയേ, ഇവിടെയാ നല്ല രീതിക്ക് പുറത്ത് വഴിയിരിക്കുന്ന രീതിയിലാണ് ഫോൺ ഇരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, നല്ല 110 ടയർ ഫ്രണ്ട്. ബാക്ക് എത്രയാ? 140 മറ്റേ നമ്മുടെ വണ്ടിയിൽ എന്തായാലും 130. ഇത് 150 കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വീൽ ബേസ് ഉണ്ട്. സാരി കാർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്രാഷ് കാർഡ് വന്നിട്ടില്ല കേട്ടോ. ക്രാഷ് കാർഡ് എനിക്ക് അഡീഷണൽ ഫിറ്റ് ചെയ്യാനായിരിക്കും. നമ്മൾ അതായത് വണ്ടി എടുക്കുന്ന സമയത്ത് ക്രാഷ് കാർഡ് ഫിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും ക്രാഷ് കാർഡ് വേണ്ടി വരും. വണ്ടി ഒന്ന് ചരിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ എടുത്ത് പൊക്കിയൊക്കെ ഉണ്ട്. 153 ആണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത്. വണ്ടിയിൽ കയറി നിന്നിട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കാം. കുഴപ്പമില്ല, കറക്റ്റ് കാല് ഇങ്ങനെ പിടിക്കാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്. വണ്ടി ഇരിപ്പ് വെച്ച് നോക്കാൻ നേരത്തെ ഒരു സൂപ്പർ നേക്കഡ് ബൈക്ക് ഇരിക്കും പോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. പക്ഷെ മറ്റേതിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ അത്രയും പവർ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ നമ്മൾ CB300 ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇനീഷ്യൽ പവർ കൂടുതലാണ്. അത്രയും വേണ്ട നമുക്ക്, പവർ അത്രയും വേണ്ടെന്നില്ല. നമുക്ക് ലുക്ക് വൈസ് മാത്രം മതി. ഇതാണ് അത്രയുള്ള നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഏതായാലും ഈ 1 തീയതിക്ക് മുമ്പ് നമ്മൾ വണ്ടി എടുക്കാനുള്ള പ്ലാനാണ്. ഫണ്ട് അറേഞ്ച് ചെയ്ത് കറക്റ്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്യും. ഇനി എന്തായാലും നമുക്ക് ഇവന്റെ റിവീലിംഗ് ടൈമിന് മാത്രം നമുക്ക് കാണാം. ഓക്കെ.